ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിമേഷും പിന്നെ സീമയും തമ്മിലുള്ള ആ ഒരു കഥയുടെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേട്ടിരിക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലെ ഒരു 6:30 കഴിഞ്ഞ സമയത്ത് നിമേഷ് ഗൾഫിൽ പോകാൻ റെഡിയായി. ആ സമയത്ത് ഞാൻ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് അവൻ പോകുന്നത് കാണുന്നുണ്ടായിരുന്നു. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. മറ്റൊന്നും ആയിരുന്നില്ല. എന്ത് കാര്യങ്ങളും അവനോട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരുന്നു. ഇനി ഞാൻ ആരോട് പോയി ഷെയർ ചെയ്യും എന്നത് മാത്രമായിരുന്നു എൻ്റെ ഒരു ആവലാതി. നിമേഷ് പോകുന്ന സമയത്ത് അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ചെന്നിട്ട് വിളിക്കാട്ടോ എന്ന് എന്നെ ഒന്ന് കണ്ണടിക്ക് കാണിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനും ഒന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ നിമേഷ് പോയി കഴിഞ്ഞ ശേഷം എനിക്ക് നല്ല വിഷമം തോന്നി. ചോ, അവൻ പോയല്ലോ എന്ന വിഷമമായിരുന്നു എനിക്കന്ന് തോന്നിയത്. പിന്നെ നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാനേജറിന്റെ അതും ഇതൊക്കെ കേൾക്കേണ്ടി വരും. അത് വേറെ കാര്യം. പിന്നെ ബസ് കയറണം, അതെല്ലാം ഒരു കടമ്പ തന്നെയാണ്. ഞാനൊരു നിമിഷം ഇങ്ങനെ ചിന്തിച്ചു നിന്നു. ശേഷം നേരെ പോയത് കുളിക്കാനായിരുന്നു. എനിക്ക് രാവിലെ തന്നെ ഒന്ന് ഫ്രഷ് ആവുന്ന പതിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പോയ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം അവൻ ഇന്നലെ വാങ്ങിച്ചുകൊണ്ടുവന്ന ആ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാനാണ് ഒരു കൊതി തോന്നിയത്. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായിരുന്നു അത്. കാരണം ഇവിടെ ആരും അധികം അങ്ങനെയുള്ളതൊന്നും ഇടാറില്ല. പിന്നെ ഇറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കവർ ചെയ്ത് ഇറങ്ങിയാൽ മതിയല്ലോ, അമ്മായിയമ്മ കാണാതിരിക്കാൻ. അത് മാത്രം ഒന്ന് ചിന്തിച്ചു. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഓഫീസിലെ മാനേജറിന്റെ ആ നോട്ടം കാര്യങ്ങളൊക്കെയാണ് സഹിക്കാൻ പറ്റാത്തത്. അത് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ എന്റെ ഇഷ്ടമാണല്ലോ, ഞാനല്ലേ തീരുമാനിക്കുന്നത്, വേറെ ആരുമല്ലല്ലോ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ നേരെ കുളിക്കാനായിട്ട് കയറി. ഒരു നിമിഷം ഷവർ ഓൺ ആക്കിയ സമയത്ത് നല്ല തണുത്ത വെള്ളം തലയിലേക്ക് വീണു. ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നല്ലൊരു രസം ഉണ്ടായിരുന്നു. ആ ടൈമിൽ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനൊരു ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു ഡ്രസ്സ് എടുത്തിട്ടു. പിന്നെ അമ്മായിമ്മയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ അതിന്റെ പുറത്തൂടെ ഒരു റെയിൻ കോട്ട് എടുത്തു വെച്ചു. മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാൻ ഒരു മടി പോലെ. അങ്ങനെ ഞാൻ അവിടെ എത്തിയ സമയത്ത് റെയിൻകോട്ട് ഇട്ടുകൊണ്ട് ഇറങ്ങിയ സമയത്ത് തന്നെ അമ്മായിമ്മ ചോദിച്ചു, ഇതെന്താ നീ റെയിൻകോട്ട് ഇട്ടുകൊണ്ട് പോകുന്നേ? നിനക്ക് കുടയില്ലായിരുന്നു എടുക്കാൻ? ബസ്സിലല്ലേ നീ പോകുന്നത്, വണ്ടിയിലൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഇതാ നല്ലത്, ഇതാവുമ്പോ നനയത്തില്ലല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ പകുതി വഴിയെത്തുന്ന സമയത്ത് തന്നെ നനയാൻ തുടങ്ങും കുടയാണെങ്കിൽ. ആ കുടയും കൂടെ നീ എടുത്തു വെച്ചോ, പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് നടക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ആള് അല്പം മുറ്റാണ്. പിന്നെ ഞാൻ ആ സമയത്ത് അതൊന്നും കാര്യമാക്കില്ല, നേരെ നടന്നു. അപ്പോൾ തന്നെ ചെറിയ ചെറിയ മഴ പിടിക്കാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞ ടൈമിൽ തന്നെ ഞാൻ ഒരു കാര്യം ചെയ്തു, ആ റെയിൻകോട്ട് അങ്ങോട്ട് ഊരി. ശേഷം എൻ്റെ ആ ബാഗും തോളിലിട്ട് നടക്കുകയാണ്. ചെറിയ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഒരു സമയത്ത് ഒരു ഷൂ പോലൊരു വിളി കേട്ടു. ഷൂ ഷൂ എന്ന് മാത്രമായിരുന്നു കേട്ടത്. ഞാൻ തിരിഞ്ഞു നോക്കിയ സമയത്താണെന്നുണ്ടെങ്കിൽ അത് അയാളായിരുന്നു, ഇന്നലെ കണ്ട മനുഷ്യൻ. രമേശ് എന്നും മറ്റോ കൊണ്ടാണ് പേര്. പിന്നെ ഇന്നലെ ഇട്ടതൊരു നീല ഷർട്ടായിരുന്നു, പക്ഷേ ഇന്നാണെങ്കിൽ ഒരു ചുവപ്പ് ഷർട്ടിട്ട് വഴിവെക്കിങ്ങനെ കാത്തു നിൽക്കുന്നു. എന്നെയും കൂടെ അങ്ങോട്ടൊന്ന് ഇറക്കി തരുമോ എന്ന് ചോദിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് നോ പറയാൻ പറ്റില്ല. ഇന്നലെയും ഞാൻ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു. കുടയൊന്നും എടുക്കില്ലേ മാഷേ എന്ന് ഞാൻ ചോദിച്ച സമയത്ത്, വീട്ടിലെങ്ങനെ കുട എല്ലാം കുറവാണ്, പിന്നെ ഉള്ളത് അവിടുന്ന് ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകും, പിന്നെ എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്ന് മാത്രം അയാൾ പറഞ്ഞു. ഞാൻ ഒരു പുഞ്ചിരിയോടെ തന്നെ ആളടുത്ത് പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ കുടയിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞ ശേഷം ആളും ഞാനും കൂടെ നടക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ആളെൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ അങ്ങനെ ഞാൻ ഓരോന്നും മറുപടി പറഞ്ഞു. പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിമേഷ് ചോദിക്കുന്ന പോലുള്ള അതേ കണക്കുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പൊ തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അയാൾ ചോദിച്ചത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ല കമ്പനിയായി. അപ്പൊ തന്നെ അയാൾ എന്നോട് ചോദിച്ചു, ഇനി വീട്ടിലാരും അങ്ങനെ വരാറില്ലല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അമ്മായിമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു അമ്മായിമ്മയുടെ ആങ്ങള വരും, അതായത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മാവൻ എന്ന് മാത്രം പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ
ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടേക്ക് നടന്നു പോകുകയായിരുന്നു. മഴയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇന്നലത്തെ പോലെ തന്നെ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ആളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എൻ്റെ അടുത്തേക്ക് നിന്നു. ഞാൻ പറഞ്ഞു, ബസ് സ്റ്റോപ്പ് എത്താറായി കേട്ടോ, കുറച്ച് നേരം നടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടേക്ക് പോകാണ്. ആ സമയത്ത് പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ. അങ്ങനെ കൂടുതൽ കൂടുതൽ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് തിരക്ക് ഇന്നലത്തെ പോലെ വീണ്ടും തോന്നി തുടങ്ങിയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഷോ എന്തായിരിക്കും ഇനി അവസ്ഥ, ഇനി ബസ്സാണെന്നുണ്ടെങ്കിൽ കിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നില്ലായിരുന്നു. അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, ബസ് കയറുന്ന കാര്യം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അതാലോചിച്ച് പേടിക്കൊന്നും വേണ്ട, ബസ് കറക്റ്റ് ടൈമിൽ ഇങ്ങനെ എടുത്തോളും, ഞാൻ കൂടെ അങ്ങ് നിന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടേക്ക് നടന്നു ചെന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് ഒരു ബസ് വന്നു. എനിക്ക് ഓഫീസിലേക്ക് പോകുന്ന അതേ ബസ്സൊക്കെ തന്നെയാണ്. പക്ഷേ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് കയറി പോകാൻ ഒരു മടിയായിരുന്നു. ഞാൻ അവിടെ നിന്നു. അപ്പോൾ തന്നെ എൻ്റെ കൂടെ തന്നെ ആളും അവിടെ തന്നെ നിന്നു. ഞാൻ ചോദിച്ചു, പോകുന്നില്ലേ? അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, താനെന്താ പോകാത്തത് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നല്ല തിരക്കായതുകൊണ്ടാ. ഇനി വരുന്നത് ബസ് അതിനേക്കായി നല്ല തിരക്കായിരിക്കും. എന്തൊക്കെയാലും ഓഫീസിൽ ചെന്നേ പറ്റത്തുള്ളൂ, 9 മണിക്ക് ചെന്നില്ലെങ്കിൽ മാനേജർ വഴക്ക് പറയും. ഞാൻ അയാളോട് പറഞ്ഞു. അയാളാണെന്നുണ്ടെങ്കിൽ എന്നെ നോക്കി, ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ടല്ലോ, എന്നും ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സ് പോലല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നും ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സെല്ലാം ശ്രദ്ധിക്കാറുണ്ടോ? അതിടയ്ക്കൊക്കെ ഞാനിങ്ങനെ നോക്കാറുണ്ട്. പിന്നെ ഇത് കുറച്ച് സ്പെഷ്യലാണല്ലോ എന്നയാൾ പറയുമ്പോൾ, എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാണ്. പക്ഷേ നിമേഷിൻ്റെ കാര്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അയാളോട് പറഞ്ഞില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഇപ്പം കാണാൻ ഒരു പ്രത്യേക ചന്തം തോന്നുന്നുണ്ട് കേട്ടോ എന്നയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനത് കേട്ട് ഒന്ന് സൂചിച്ചു. അതെ, ബസ് വരാൻ സമയമാവുന്നുണ്ട്, ഒന്ന് ഇറങ്ങി നിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തോട്ടിറങ്ങി. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ അവിടെ മുഴുവൻ ആളുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആളെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബസ് വരുന്ന സമയത്ത് താനൊരു കാര്യം ചെയ്താൽ മതി, എൻ്റെ കൂടെ അങ്ങ് പിടിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇടിയും കാര്യങ്ങളൊന്നും കൊള്ളത്തില്ല, നമുക്ക് ഏതെങ്കിലും ഒരു ചെയർ നോക്കാം, സീറ്റ് കിട്ടിയാൽ ഭാഗ്യം, ഇല്ലെങ്കിൽ കട്ടപ്പുക എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളവിടെ ഇറങ്ങി നിന്നു. അപ്പോൾ തന്നെ ആൾക്കാരെല്ലാം ഓടി വരുന്നുണ്ടായിരുന്നു. എൻ്റെ തൊട്ട് സൈഡിൽ ഒരു അമ്മാവനായിരുന്നു നിന്നിരുന്നത്. അയാളോട് വന്നു നിന്ന സമയത്ത് തന്നെ രമേശൻ എന്നെ കുറച്ചുകൂടി അങ്ങോട്ട് തള്ളി മാറ്റി. കൂടുതൽ ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറി നിന്നു. പെട്ടെന്ന് തന്നെ കണ്ടക്ടറിൻ്റെ പതിവ് സംസാരം, ചൊറിയുന്ന വാക്കുകൾ. അതെ, ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ട് നീങ്ങി നിന്നോടെ എന്ന് എന്നോട് രമേശിനോടും അയാൾ ചോദിച്ചു. ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൊണ്ട് നീങ്ങി നിന്നു. രമേശനാണെങ്കിൽ എൻ്റെ അടുത്ത്. പെട്ടെന്ന് ഒരാൾ എഴുന്നേക്കുന്നത് കണ്ട സമയത്ത് തന്നെ രമേശൻ എന്നെ നിന്ന് കൊണ്ടിട്ട് പറഞ്ഞു, എടോ താൻ വേണമെങ്കിൽ അതിനകത്ത് കയറിയിരുന്നു. അയാൾ എഴുന്നേക്കാണ് എന്ന് പറയുമ്പോൾ എനിക്കൊരു മടിയുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ നിന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ രമേശൻ എന്നെ കുറച്ച് നിർബന്ധിച്ച് അവിടേക്ക് പിടിച്ചിരുത്തി. അങ്ങനെ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ രമേശനും കുറച്ച് കയറി നിൽക്കാനുള്ള സ്ഥലമുണ്ട്. ഞാനങ്ങനെ കയറി നിന്നു. ഇന്നലത്തെ പോലെ മഴയും കാര്യങ്ങളൊന്നും നനഞ്ഞില്ല, അതുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ രമേശൻ കുറച്ചുകൂടി എൻ്റെ അടുത്തേക്ക് നിന്നപ്പോൾ ഞാൻ തന്നെ രമേശിൻ്റെ അടുത്ത് പറഞ്ഞു, രമേശിനോട് ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ രമേശൻ മറുപടി പറഞ്ഞു, ഇല്ല, താനിരുന്നോളൂ. എനിക്കാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു മടി പോലെ അവിടെ ഇരിക്കാൻ. എങ്കിലും ഞാൻ അവിടെ തന്നെ ഇരുന്നു. രമേശൻ എന്നെ നോക്കി ചിരിച്ചു. ഓക്കെ അല്ലേ അവിടെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഓക്കെയാണ്. അങ്ങനെ ഇരുന്നു കേട്ടോ എന്ന് തന്നെ രമേശൻ പറയുമ്പോൾ ഞാൻ രമേശിനെ കൈ പിടിച്ച് അവിടെ തന്നെ പിടിച്ചിരുത്തി. ശേഷം ഞാൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ തന്നെ രമേശൻ ഇരുന്നു കൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ ബാഗ് തന്നോളൂ. അങ്ങനെ ആ ബാഗ് ഞാൻ രമേശിൻ്റെ കൈ കൊടുത്തപ്പോൾ എനിക്കും ഒരാശ്വാസമായി. എന്തൊക്കെയായാലും ബാഗും കാര്യങ്ങളും ഇനി പിടിക്കണ്ടല്ലോ. ഞാൻ സ്വല്പം അങ്ങോട്ട് കയറി നിന്നു. അത് ഒരു കംഫർട്ട് സ്പേസ് തന്നെയായിരുന്നു.
അങ്ങനെ ആ ഒരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ബസ്സിനകത്ത് നല്ല ഇരുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ കമ്പിയെ പിടിച്ച് കുറച്ച് നേരെ നിന്ന സമയത്ത് രമേശിനാണെന്നുണ്ടെങ്കിൽ നേരെ കുറച്ചുകൂടെ നീങ്ങി നിന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇവിടെയും എല്ലാം നല്ല തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ഒടുവിൽ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങേണ്ട ആ ഒരു സ്റ്റോപ്പിലെത്തി. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ നല്ല തിരക്കും കാര്യങ്ങളും ഇപ്പോഴും ഉണ്ടായിരുന്നു. ഒടുവിൽ ഞാൻ രമേശിനോട് യാത്ര പറഞ്ഞ് നേരെ ഓഫീസിലേക്ക് പോവുകയായിരുന്നു. ഓഫീസിൽ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ രമേശൻ എൻ്റെ അടുത്ത് ഒരു കൈ തന്നിട്ട് പറഞ്ഞു, വൈകുന്നേരം നമുക്കിവിടെ കാണാം കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓഫീസിലേക്ക് പോകുന്നത്. ഓഫീസിൽ ചെന്ന സമയത്ത് തന്നെ മാനേജർ ആ വാതിൽ നിന്ന് ഞാൻ തുറന്ന് അകത്തേക്ക് കയറുന്നത് തൊട്ട് മൊത്തത്തിൽ എന്നെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. അത് മറ്റൊന്നുമായിരുന്നില്ല, പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ചെല്ലല്ലേ, അതിൻ്റെ ആ ഒരു ആർപ്പാടമായിരിക്കും എന്ന് തന്നെ ഞാൻ കരുതി. അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് അയാൾ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, സീമ എല്ലാം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, എന്താണ് സാർ? അല്ല, ഡ്രസ്സ് ധരിച്ചതെല്ലാം സൂപ്പറായിട്ടുണ്ട്. ആ, നന്നായിട്ടുണ്ട്, എനിക്ക് ഇന്നലെ ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് എന്ന് പറഞ്ഞു. ആ, സീമയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടൊന്നും വരാറില്ലല്ലോ. ആ, ഇപ്പൊ കണ്ടു കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുണ്ട് എന്ന് തന്നെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി, ആരെങ്കിലുമൊക്കെ നല്ലത് പറയുന്നുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞു, സീമ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ, നമുക്ക് ഓഡിറ്റിങ് സ്റ്റാർട്ടാവാൻ തുടങ്ങുകയാണ്, അപ്പം അതിനു മുമ്പുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കണം. ഇന്ന് സീമയെ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സീമയ്ക്ക് അറിയാമല്ലോ, അങ്ങനെ ചെയ്തെടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ ചെയ്തോളാം, സാറ് ഹെൽപ്പ് ചെയ്യണ്ട. അത് കുഴപ്പമില്ല സീമ, എല്ലാ കാര്യങ്ങളും എൻ്റെ കണ്ണും കൂടെ എത്തണ്ടേ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ അയാളും കൂടി. ഞാൻ ഇതിനൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സീമ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഇല്ല സാർ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആ, എന്നാൽ പിന്നെ ഇന്ന് തന്നെ നമുക്ക് വർക്ക് കാര്യങ്ങൾ തുടങ്ങാം. പിന്നെ സീമ എല്ലാത്തിനും ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു, എല്ലാത്തിനും ഞാൻ ഓക്കെയാണ് സാർ. എന്നാൽ ഞാനിവിടെ ഒരു കസേരയിട്ട് ഇരുന്നോട്ടെ? ആ, ഇരുന്നോളൂ സാർ. ആ സമയത്ത് തന്നെ അയാൾ അപ്പുറത്തുനിന്ന് ഒരു കസേര എടുത്തുകൊണ്ട് വന്ന് ഞാനിരിക്കുന്നതിൻ്റെ തൊട്ടടുക്കൽ ആളും കയറിയിരുന്നു. ഞാൻ ഒന്നും പറയാൻ പോയില്ല, ആൾപ്പെടുത്തി മാനേജറും മുതലാളിയൊക്കെ അല്ലേ, പിന്നെ ഞാനൊന്നും പറയാനും വേണ്ടിയില്ല. പെട്ടെന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന അക്കൗണ്ടന്റ് ചക്കൻ അവിടേക്ക് വന്നത്. അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തോ പറഞ്ഞു, ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. മാനേജർ ഒന്ന് തിരിഞ്ഞപ്പോൾ ഞാൻ അവനെ ഒന്ന് വിളിച്ചു. പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ആളെ അങ്ങനെ അടുത്തിരുത്തണ്ട കേട്ടോ, ആളാണെന്നുണ്ടെങ്കിൽ കുറേ ഉപദ്രവമൊക്കെയുള്ള ആൾക്കാരാ എന്ന് മാത്രം പറഞ്ഞിട്ട് പോയി. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ അവൻ എന്തായിരിക്കും ഉദ്ദേശിച്ചത്, ഇങ്ങനെ വല്ല പിന്നോ മാന്തോ വല്ലൊക്കെ ഇട്ട് കുത്തുവോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ആ ഫയൽ നോക്കാൻ തുടങ്ങി. എൻ്റെ ഫയൽ നോക്കുന്ന സമയത്തൊക്കെ മാനേജർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എനിക്കതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ കാര്യങ്ങൾക്കെല്ലാം നല്ല എക്സ്പീരിയൻസ് വേണമായിരുന്നു. ആ നിമിഷം തന്നെ എൻ്റെ ബലഹീനത അയാൾക്ക് മനസ്സിലായി. സീമയ്ക്ക് നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് വേണ്ടത്. സീമ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം സീമയല്ലേ ചെയ്യേണ്ടത് എന്ന് മാത്രം പറഞ്ഞു. അയാൾ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഞാനൊരു പുഞ്ചിരിയോടെ കേട്ടിരുന്നു. പെട്ടെന്ന് അയാൾ എന്നോട് ചോദിച്ചു, ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് പോകുന്നത് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മറുപടി പറഞ്ഞു, ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട് സാർ, അതൊന്നും പോയാൽ പറ്റില്ല, ഇന്നതൊക്കെയാലും നമ്മൾ ലേറ്റായിട്ടേ പോകത്തുള്ളൂ, ഓഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ സീമ, എങ്ങനെ പോകാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഞാനും നിരുത്സാഹപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ആൾ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് രണ്ടും കൂടെ ലഞ്ച് കഴിച്ചിട്ട് വരാം, പിന്നെ 6 മണി വരെ കഴിഞ്ഞിട്ടും ഇവിടെ ഇരിക്കാനുള്ളതല്ലേ, അപ്പോൾ ഉടനെയൊന്നും പോകുന്നില്ലല്ലോ, എന്നാ ലഞ്ച് കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ആളെന്നെ നിർബന്ധിച്ചു.
ഞാൻ ആളുടെ കൂടെ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. ലഞ്ച് കഴിക്കാൻ എന്നെ മാത്രം കൊണ്ടുവന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു അസൂയയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായി അവിടേക്ക് പോയി. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി വീണ്ടും കാണാം കേട്ടോ. അതുവരെ ബൈ ബൈ.